ശ്രീമാൻ വി ഡി സതീശൻ മുഖവരകളും ആമുഖങ്ങളുമില്ലാതെ കേരള ജനതയ്ക്ക് സുപരിചിതനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ അനുഗ്രഹാശിസുകളോടെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നതും ജയിക്കുന്നതും എന്നതൊരു യാഥാർത്ഥ്യമാണ്. പതിറ്റാണ്ടുകളായി തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പേരിൽ തന്നെ അതിൻ്റെ മതവർഗീയ ചൊവ്വ ഒളിഞ്ഞു കിടക്കുന്നതും ഇതര മതത്തിൽപ്പെട്ട ആളുകൾക്കോ സ്ത്രീകൾക്കോ സ്ഥാനാർത്ഥിത്വം നൽകാതെ ഇസ്ലാം മതവർഗീയ ആശയങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നതും മുസ്ലിം ലീഗിൻ്റെ സമ്മേളനങ്ങളിൽ സ്ത്രീകളെ മറച്ചു മാറ്റി നിർത്തി ഇസ്ലാമിക പ്രാകൃത ആചാരങ്ങളെ മുറുകെ പിടിക്കുന്ന മതവർഗീയ പാർട്ടിയാണെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതുമാണെങ്കിലും മുസ്ലിം ലീഗിനെ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും മുസ്ലിം ലീഗിനൊപ്പം നടക്കാനും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രത്യേക ഉത്സാഹമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ആ അസുഖം തുടങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടു. എന്നാൽ ഇതിൻ്റെയൊക്കെ അപകടാവസ്ഥ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ മതമായി മുസ്ലിം ലീഗ് ഇസ്ലാം മാറിക്കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 26% മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. മറ്റ് ഒരു മതത്തിനും ഇത്തരം ഒരു സംഘടിത കണക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷ ജാതിയായി ഇസ്ലാം മാറി എന്നുള്ളത് മറച്ചുകൂടാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇസ്ലാമിക ശരിയത്ത് ഭരണം കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ പ്രസ്താവനകൾക്കാണ് ഇന്ന് ഫിയർലെസ് റെസ്പോൺസ് മറുപടി കൊടുക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫിയർലെസ് റെസ്പോൺസിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഒരു സമ്മേളനത്തിൽ പുറത്തുവിട്ടു. നമ്മുടെ മാധ്യമം പത്രം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം അപകടകരമാണെന്നതും അദ്ദേഹം എടുത്ത ഭരണഘടനയോട് കൂറു പുലർത്തിക്കൊള്ളാമെന്ന പ്രതിജ്ഞയ്ക്ക് എത്രത്തോളം ഘടകവിരുദ്ധമാണെന്നും നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. മാധ്യമം റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ശ്രീമാൻ വി ഡി സതീശൻ നടത്തിയ പ്രസ്താവനകൾ ഇപ്രകാരമാണ്. കോഴിക്കോട് ബഹുസ്വര സമൂഹത്തിൽ വേണ്ട ഭരണഘടനയാണ് മുഹമ്മദ് നബി നടപ്പിലാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ. പറന്നൂർ ഉസ്താദ് സ്മാരക പണ്ഡിതപ്രഭ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇല്ലാത്തവർക്ക് ഉള്ളവർ നൽകണമെന്ന യഥാർത്ഥ സോഷ്യലിസം ഇസ്ലാമിലാണ് ഉള്ളത്. അതിനുശേഷവും അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ പ്രസംഗം അവസാനിപ്പിച്ചതായിട്ട് മാധ്യമം രേഖപ്പെടുത്തുന്നു. നമുക്കെന്തായാലും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ രാജ്യവിരുദ്ധമായ ഇസ്ലാമിക തീവ്രവാദം ഇതിനകത്ത് എവിടെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ബഹുസ്വര സമൂഹത്തിൽ വേണ്ട ഭരണഘടനയാണ് മുഹമ്മദ് നബി നടപ്പിലാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആ പ്രസ്താവന നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരു ബഹുസ്വര സമൂഹത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം മുഹമ്മദ് നബി നടപ്പിലാക്കിയിട്ടുണ്ടോ? ഖുറാനില് 9ാമത്തെ സൂറത്ത് തൗബ ഖുറാനിലെ അവസാനത്തെ 2 സൂറകളിൽപ്പെട്ടതാണ്. അതായത് ഏറ്റവും അവസാനം മുഹമ്മദ് മരണത്തിന് മുന്നേ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് സൂറത്ത് തൗബയിലുള്ളത്. മക്ക വിജയത്തിനു ശേഷമാണ് സൂറ തൗബ. മക്ക പിടിച്ചെടുത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചതിന് ശേഷമാണ് സൂറത്ത് തൗബ അവതരിക്കുന്നത് പോലും. അതായത് ഇസ്ലാമിക രാജ്യം മക്കയിൽ സ്ഥാപിച്ചതിന് ശേഷം മുഹമ്മദ് നടപ്പിലാക്കിയ ഭരണഘടന, മുഹമ്മദ് നടപ്പിലാക്കിയ നടപടിക്രമങ്ങൾ ഇത് ഒരു ബഹുസ്വര സമൂഹത്തിന് യോജിച്ചതാണോ അല്ലയോ എന്ന് കേരളത്തെ കോൺഗ്രസ്സുകാർ ആദ്യമേ ഒന്ന് നോക്കി പഠിച്ചിട്ട് മറുപടി പറയുക. നമുക്ക് ഇസ്ലാമിക പ്രവാചകൻ നടപ്പിലാക്കിയ ഭരണഘടന ഖുറാന്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് സതീശന്റെ ഭാവനയിലെ ഒരു ബഹുസ്വര ഭരണഘടന. ഖുറാനിലെ 9ാമത്തെ സൂറ അതിൻ്റെ 29ാമത്തെ ആയത്ത്, സൂറത്ത് തൗബയിലെ 29ാമത്തെ ആയത്ത്, അതായത് മക്ക പിടിച്ചെടുത്ത ഇസ്ലാമിക രാജ്യം അവിടെ സ്ഥാപിച്ചതിന് ശേഷം മുഹമ്മദ് നടപ്പിലാക്കിയ സതീശന്റെ ഭാവനയിലെ ബഹുസ്വര ഭരണഘടനാ നിയമം നമുക്കൊന്ന് പരിശോധിക്കാം. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെയും അള്ളാഹുവും ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി കാണാതെയും സത്യമതത്തെ മതമായി സ്വീകരിക്കാത്തവരോടും നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക.
അവർ കീഴടങ്ങിക്കൊണ്ട് കൈയോടെ കപ്പം കൊടുക്കുന്നത് വരെ. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ പ്രത്യാക്രമണം നടത്തുക എന്നല്ല ഇസ്ലാമിന്റെ മുഹമ്മദ് നബി നടപ്പിലാക്കിയ സതീശന്റെ ഭാവനയിലെ ബഹുസ്വര ഭരണഘടനയിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അതായത് ക്രൈസ്തവരെയും അതുപോലെ തന്നെ യഹൂദന്മാരെയുമാണ് വേദം നൽകപ്പെട്ടവർ എന്ന് ഇസ്ലാമിൽ വിവക്ഷിക്കുന്നത്. അപ്പൊ ഈ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങൾ യഹൂദന്മാരുടെയും ഇടയിൽ സത്യമതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അതായത് ഇസ്ലാം മതമാണ് ഖുർആൻ പ്രകാരം സത്യമതം. ഖുർആൻ പ്രകാരമുള്ള ഈ സത്യമതമായ ഈ ഇസ്ലാം മതം എന്ന് പറയുന്ന മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു രാജ്യത്തെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്തവരെ കീഴടക്കി മതപരിവർത്തനം നടത്തിക്കണമെന്നും അതല്ലെങ്കിൽ അവർ ജിസിയ കൊടുത്ത് രണ്ടാം കിട പൗരന്മാരായിട്ട് കഴിയണമെന്നും പറയുന്നത് എങ്ങനെയാണ് ശ്രീമാൻ വി ഡി സതീശ ബഹുസ്വര ഭരണഘടനയാകുന്നത്? അത് ഇസ്ലാം മതവർഗീയവാദ ഭരണഘടനയല്ലേ? ഇത് ബഹുസ്വര ഭരണഘടന എങ്ങനെയാകുന്നു എന്ന് ശ്രീമാൻ വി ഡി സതീശൻ വ്യക്തമാക്കേണ്ടതാണ്. നിർബന്ധിത മതപരിവർത്തനം, വാളിന്റെ വായ്ത്തല കൊണ്ട് മതപരിവർത്തനം നടത്താൻ തയ്യാറാകാത്തവരെ കൊല്ലുകയോ അല്ലെങ്കിൽ അവർ രണ്ടാം കിട പൗരന്മാരായി ജിസിയ കൊടുത്തുകൊണ്ട് കീഴടങ്ങിക്കൊണ്ട് കൈയോടെ കപ്പം കൊടുക്കുക, ജിസിയ അഥവാ മതക്കരം കൊടുത്തുകൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കുക. ഇതെങ്ങനെയാണ് ഒരു ജനതയെ അവിടെ തുല്യ അവകാശത്തോടുകൂടെ മുഹമ്മദിനേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ പാരമ്പര്യം അവിടെ താമസിക്കുന്ന യഹൂദന്മാരെയും ക്രൈസ്തവരെയും കൊല്ലുകയോ മതം മാറ്റുകയോ അല്ലെങ്കിൽ രണ്ടാം കിട പൗരന്മാരായിട്ട് കഴിയാൻ അവരെ പ്രാപ്തരാക്കുകയോ ചെയ്യണം, അവരെ ആ രീതിയിൽ കീഴടക്കണം എന്ന് പറയുന്നത് ബഹുസ്വര ഭരണഘടനയായിട്ട് വി ഡി സതീശന് തോന്നിയെങ്കിൽ ശ്രീമാൻ വി ഡി സതീശ, താങ്കൾ ഒരു ഇസ്ലാമിസ്റ്റ് ഭീകരന എന്നുള്ള ഒരു പദവിയിലേക്ക് താങ്കൾ ഒരു പടി അടുത്തു നിൽക്കുന്നു എന്ന് കേരളത്തിലെ പൊതുജനം മനസ്സിലാക്കേണ്ടി വരും. നമുക്ക് ഇതിന്റെ വിശദീകരണം ഒന്നെടുത്തു നോക്കാം. മുഹമ്മദ് നടപ്പിലാക്കിയ ഭരണഘടന, മുഹമ്മദ് മക്കയിൽ നടപ്പിലാക്കിയ ഇസ്ലാമിക രാജ്യത്ത് നടപ്പിലാക്കിയ ഭരണഘടനയുടെ മറ്റ് വിശദീകരണങ്ങൾ നമുക്ക് നോക്കാം. സുനാൻ അന്നസായി എന്ന് പറയുന്ന സഹീഹ് ആയിട്ടുള്ള ഒരു ഹദീസാണ് സുനാൻ അന്നസായിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുക്ക് നമ്പർ 37 ഹദീസ് നമ്പർ 7 സഹീഹായ ഹദീസാണ്. അതുകൊണ്ട് ഖുർആൻ ഒപ്പം തന്നെ മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഹദീസാണ് സഹീഹ് ഹദീസുകൾ. അതിൽപ്പെട്ട സുനാൻ അന്നസായി ബുക്ക് നമ്പർ 37 ഹദീസ് നമ്പർ 7 നമുക്കൊന്ന് വായിക്കാം. അബൂ ഹുറൈറ നരേറ്റഡ്, അബൂ ഹുറൈറ നിവേദനം, ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, ഐ ഹാവ് ബീൻ കമാൻഡഡ് ടു ഫൈറ്റ് ദ പീപ്പിൾ. എന്റെ ഭരണഘടന, മുഹമ്മദ് ഇവിടെ നടപ്പിലാക്കുന്ന ഭരണഘടന എന്താ? മുഹമ്മദിന് അള്ളാഹിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനയാണ് മുഹമ്മദ് ഭരണഘടനയായിട്ട് നടപ്പിലാക്കുന്ന, ശരീഅത്തായിട്ട് നടപ്പിലാക്കുന്നത്. ആ കൽപ്പന എന്താണ്? ഐ ഹാവ് ബീൻ കമാൻഡഡ്, ഞാൻ ഇപ്രകാരം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ടു ഫൈറ്റ് ദ പീപ്പിൾ, ശത്രുക്കളോടല്ല, നാട്ടിലെ നാട്ടുകാരായ ജനങ്ങളോട്. അൺടിൽ ദേ സേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആകുന്നത് വരെ, അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പ്രതിജ്ഞ ചൊല്ലുന്നവരെ ഏത് ജനതയാണോ ആ ജനതകളോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളാണ് ഇസ്ലാമിൽ, ഈ പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് മുഹമ്മദ് നടപ്പിലാക്കിയ ഭരണഘടന. മുഹമ്മദ് നടപ്പിലാക്കിയ ഭരണഘടനയിൽ നമ്മുടെ വി ഡി സതീശന്റെ ബഹുസ്വര ഭരണഘടനയിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാത്ത, അതായത് മുസ്ലിങ്ങൾ അല്ലാത്തവരോട് യുദ്ധം ചെയ്ത് അവരെ മുസ്ലിങ്ങളാക്കണമെന്നാണ്. ഹൂവർ സേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അമുസ്ലിങ്ങളിൽ ആരെല്ലാമാണോ അള്ളാഹ് അല്ലാതെ വേറെ ദൈവമില്ല എന്ന് സമ്മതിക്കുന്നത്, അതായത് ഹൈന്ദവരാണെങ്കിൽ അവരുടെ ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും മറ്റ് ദേവതകളെയും ഉപദേവതകളെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് സമ്മതിക്കുന്നത് വരെ, ഒരു ക്രൈസ്തവനാണെങ്കിൽ പടച്ചതമ്പുരാനായ മോശയടക്കമുള്ള പ്രവാചകന്മാരുടെ ദൈവമായ യാഹ്വേ എന്ന ഏകനായ സൃഷ്ടാവായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഈ ഖുറൈശി ബഹുദൈവ മതത്തിൽ നിന്ന് മുഹമ്മദ് എടുത്തുകൊണ്ടുവന്ന അള്ളാഹ് എന്ന് പറയുന്ന ദേവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ പ്രതിജ്ഞ ചെയ്ത് ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രം ജീവിക്കാം, അല്ലെങ്കിൽ എന്ത് പറ്റും? Whoever say la ilaha illallah, his wealth and his life are safe from me except for the right that is due. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നവരുടെ ധനവും അവരുടെ രക്തവും ഞങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാത്തവരോട് യുദ്ധം ചെയ്ത് ഞങ്ങൾ കൊല്ലും, അതായത് കൊന്ന് അവരുടെ രക്തവും എടുക്കും, അവരുടെ ധനവും എടുക്കും, അതായത് കൊല വിളിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഇത് രണ്ടും സംരക്ഷിക്കപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയില്ലെങ്കിൽ to fight the people until they say la ilaha illallah.
അതായത് ഒന്നുകിൽ ഞങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ മതം മാറണം. ഇതാണോ ശ്രീമാൻ വി ഡി സതീശ താങ്കൾ ഉദ്ദേശിക്കുന്ന രാമരാജ്യം, താങ്കൾ ഉദ്ദേശിക്കുന്ന കോൺഗ്രസിന്റെ അതിമഹത്തായ ഗാന്ധിയൻ ഭരണഘടന? ഇതാണോ ശ്രീമാൻ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന? ഇതാണോ ഇന്ത്യക്ക് ഇന്നുള്ള ഏറ്റവും ഉത്തമമായ ബഹുസ്വര ഭരണഘടനയ്ക്ക് തുല്യമായിട്ടോ അതിലും ഉന്നതമായിട്ടോ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്? ഇത് ഒരു മതവർഗീയവാദിയുടെ ഭരണഘടനയാണ്. താങ്കൾക്കത് ബഹുസ്വര ഭരണഘടനയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശ്രീമാൻ വി ഡി സതീശ, താങ്കളുടെ ഉള്ളിൽ ഒരു ജിഹാദി ഉറങ്ങിക്കിടപ്പുണ്ട്, അല്ല ഇപ്പൊ ഉണർന്നു തന്നെ ഇരിപ്പുണ്ട് എന്ന് കേരളത്തിലെ പൊതുജനം വിശ്വസിക്കേണ്ടി വരും. അപ്പൊ താങ്കള് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ അതോ ഇസ്ലാമിക ഖലീഫേറ്റിന്റെ ഖലീഫയായിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ എന്ന് താങ്കൾ തന്നെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ, ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും എന്ന് ഞങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. മുഹമ്മദിന്റെ ഭരണഘടനയിലെ അടുത്ത ആർട്ടിക്കിളിലൂടെ നമുക്ക് കേൾക്കാം. ഖുറാനിലെ 9-ാമത്തെ സൂറയായ 73-ാമത്തെ സൂറ. ഞാൻ പറഞ്ഞതുപോലെ മുഹമ്മദ് മരിക്കണതിന് മുന്നേ അവസാനമായി കൊടുത്ത സൂറകളിൽ ഒന്നാണ് സൂറത്ത് തൗബ. അതിനു മുമ്പുള്ള ഏത് കൽപ്പനകളെയും അപ്രസക്തമാക്കുന്ന തരത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും അധികം അനുസരിക്കേണ്ട കൽപ്പനകളായിട്ടാണ് സൂറത്ത് തൗബ കൊടുക്കുന്നത്. അതിന്റെ 73-ാമത്തെ ആയത്ത്. ഇതേ ആയത്ത് തന്നെ ഖുറാനിലെ 66-ാമത്തെ സൂറയായ സൂറത്ത് തഹ്രീമിലും അതിന് 9-ാമത്തെ ആയത്തായിട്ട് ഇതേ ആയത്ത് തന്നെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയത്തുകൾ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നബിയെ സത്യനിഷേധികളോടും, അതായത് ഇസ്ലാം മതമാണ് ഇവരുടെ സത്യം, മുഹമ്മദ് പ്രവാചകനാണെന്ന് അംഗീകരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലല്ലാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുക, അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് അംഗീകരിക്കുക. ഇത് നിഷേധിക്കുന്നവര് സത്യനിഷേധികള്, ഇത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കുന്നവർ, അതായത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും. അപ്പോൾ നബിയെ സത്യനിഷേധികളോടും, അതായത് നബിയെ അമുസ്ലിങ്ങളോട്, ഇസ്ലാം മതസ്ഥരല്ലാത്തവരോട്, ഇതര മതസ്ഥരോട്, കപടവിശ്വാസികളോട്, മുനാഫിക്കുകൾ, ഇസ്ലാം മതത്തിൽ തന്നെ ഇമ്മാതിരെ വൃത്തികേടും ഭീകരതയ്ക്കും കൂട്ടുനിൽക്കാത്ത നമ്മുടെ ഭാഷയിലെ നല്ലവരായ മുസ്ലിങ്ങളോടും ജിഹാദ് ചെയ്യുകയും അവരോട് ജിഹാദ് ചെയ്യണം, അവരോട് പരുഷമായി പെരുമാറണം. അവരോട് ജിഹാദ് ചെയ്യുകയും വേണം, അവരോട് പരുഷമായി പെരുമാറുകയും വേണം. ഭൂരിപക്ഷ മതം ന്യൂനപക്ഷ മത സമൂഹങ്ങളോട് പരുഷമായി പെരുമാറണമെന്നും അവരോട് ആക്രമിക്കണമെന്നും ജിഹാദ് ചെയ്യണമെന്നും അവരോട് പോരാട്ടം നടത്തണമെന്നും അതും സായുധ പോരാട്ടം നടത്തണമെന്നും പറയുന്നത് എങ്ങനെയാണ് വി ഡി സതീശ ബഹുസ്വര ഭരണഘടനയാകുന്നത്? ഇന്ത്യയിൽ ശ്രീമാൻ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ, ഭീംറാവ് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയൊക്കെ അനുഗ്രഹാശിസുകളോടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ അഹിന്ദുക്കളോട് പോരാടുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യണമെന്നാണ് ഭരണഘടനയിൽ എഴുതിയിരുന്നതെങ്കിൽ അത് ഹിന്ദു ഫാസിസമാണോ ബഹുസ്വര ഭരണഘടനയാണോ? ശ്രീമാൻ ഭീംറാവു അംബേദ്കർ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഹിന്ദുക്കളെ ഇപ്രകാരം ഭരണഘടനയിൽ ആഹ്വാനം ചെയ്താൽ, അഹിന്ദുക്കളോട്, ഹിന്ദു മതത്തെ നിഷേധിക്കുന്നവരോട്, രാമനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ശിവനെയും എല്ലാം നിഷേധിക്കുന്നവരോട്, അവരാരും ദൈവമല്ല എന്ന് പറയുന്ന ഇതര മതസ്ഥരോട് സായുധ പോരാട്ടം നടത്തുകയും അവരോട് ക്രൂരമായി ഇടപെടുകയും വേണമെന്ന് ഇന്ത്യയുടെ ഭരണഘടനയിൽ അംബേദ്കർ എഴുതി വെച്ചിരുന്നെങ്കിൽ ആ ഭരണഘടന ബഹുസ്വര ഭരണഘടനയാണോ ഫാഷിസ്റ്റ് ഭരണഘടനയാണോ? അത് ഫാഷിസ്റ്റ് ഭരണഘടനയല്ലേ? അപ്പൊ ഈ പറയുന്ന ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഖുറൈഷിയായ അറബിയായ യുവാവ് നടപ്പിലാക്കിയ ഭരണഘടന ഒരു ഫാഷിസ്റ്റ് ഭരണഘടനയായിരിക്കെ അത് ബഹുസ്വര ഭരണഘടനയാണെന്ന് പറയണമെങ്കിൽ ഈ ഫാസിസ്റ്റിനേക്കാൾ വലിയ ഫാസിസ്റ്റ് ആയിരിക്കണം ശ്രീമാൻ വി ഡി സതീശിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന ജിഹാദിത്തരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീമാൻ വി ഡി സതീശ 2 വോട്ടിന് വേണ്ടി ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ബഹുസ്വരതയെയും കടക്കൽ കത്തിവെക്കുന്നതാണ് താങ്കൾ ഈ പറഞ്ഞ പ്രസ്താവനയെന്ന് താങ്കൾ ഒന്നുകിൽ വിവരമുള്ള ഏതെങ്കിലും മൊല്ലാക്കന്മാരോടെങ്കിലും ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ സത്യനിഷേധികളോട്, അതായത് മുസ്ലിങ്ങൾ അല്ലാത്തവരോട് ജിഹാദ് നടത്തുകയും ക്രൂരമായി പരുഷമായി ഇടപെടുകയും വേണം എന്ന് ആവശ്യപ്പെടുന്നത് ഭൂരിപക്ഷം മതവർഗീയതയും ഫാസിസവുമാണെന്ന് മനസ്സിലാക്കാതെ അതൊക്കെ ബഹുസ്വര ഭരണഘടനയാണ് എന്ന് പറയുന്നത് ജിഹാദത്തെ, ഭീകരവാദത്തെ, ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ പൊളിറ്റിക്കൽ ടെററിസത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന വി ഡി സതീശൻ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ വേണം.
ജിഹാദ് ചെയ്യണം, സത്യനിഷേധികളോട്, മുസ്ലിങ്ങളല്ലാത്തവരോട് മുസ്ലിങ്ങൾ ജിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് സായുധ പോരാട്ടം എന്നാണോ അതിനർത്ഥം? അത് സെബാസ്റ്റ്യൻ മുനക്കൽ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ അർത്ഥമാണോ എന്നറിയണമെങ്കിൽ ഇത് ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് നിങ്ങൾ കടന്നാൽ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ആയത്തിന് നമ്മുടെ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഖുറാൻ വ്യാഖ്യാതാവ്, മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന, മുഹമ്മദിനോടൊപ്പം ജീവിച്ചിരുന്ന, മുഹമ്മദിന്റെ സഹാബികളിൽപ്പെട്ട ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിനകത്ത് ഇത് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത് റോയൽ അൽ അൽബായത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട്, അതായത് ജോർദാനിലെ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള അൽ അൽബായത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുന്ന അവര് പബ്ലിഷ് ചെയ്ത ട്രാൻസ്ലേഷൻ എന്നാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അവിടെ ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന തഹ്രീമിലെ 9ാമത്തെ ആയത്തിന് കൊടുത്തിരിക്കുന്ന ജിഹാദ് ചെയ്യണം, അമുസ്ലിങ്ങളോട് ജിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓ പ്രോഫറ്റ് സ്ട്രൈവ് അഗൈൻസ്റ്റ് ഡിസ്ബിലീവേഴ്സ്, അല്ലയോ പ്രവാചകനെ കാഫിറുകളോട് നീ ജിഹാദ് ചെയ്യണം. ഇതിന്റെ വിശദീകരണം കൊടുത്തിരിക്കുക. ദ ഡിസ്ബിലീവേഴ്സ് ഓഫ് മെക്ക, അന്നാട്ടില് ഈ ബഹുസ്വര ഭരണഘടന ഉണ്ടാക്കിയെന്ന് പറയുന്ന മക്കയില് അവിടത്തെ കാഫിറുകളോട്, അതായത് മുസ്ലിങ്ങളല്ലാത്തവരോട് എന്ത് ചെയ്യണം? വിത്ത് ദ സ്വോർഡ്, പോരാടണം, ജിഹാദ് ചെയ്യണം. എങ്ങനെ? വാള് കൊണ്ട് ജിഹാദ് ചെയ്യണം. അൺടിൽ ദ ആക്സെപ്റ്റ് ദ ഫെയ്ത്ത്, അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ അവരോട് വാളുകൊണ്ട് പോരാടണം. അതായത് അമുസ്ലിങ്ങളോട് ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം സായുധ പോരാട്ടം നടത്തണമെന്നാണെന്നും അതിന്റെ ലക്ഷ്യം ശത്രുക്കളെ ഇല്ലാതാക്കിയല്ല, മറിച്ച് ഇതര മതസ്ഥരെ ഇല്ലാതാക്കിയാണെന്നും മതം മാറ്റത്തിന് വേണ്ടി സായുധ പോരാട്ടം നടത്തണമെന്നാണെന്നും ഈ മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന, മുഹമ്മദിനോടൊപ്പം ജീവിച്ചിരുന്ന ഇബ്നു അബ്ബാസ് ആ ഖുർആൻ ആയത്തിന് വിശദീകരണം കൊടുത്തിരിക്കുന്നു. യു ഹാവ് ടു എന്ത് ചെയ്യണം? സ്ട്രൈവ് ചെയ്യണം, ജിഹാദ് ചെയ്യണം അഗൈൻസ്റ്റ് ദ കാഫിർസ്, കാഫിറുകളോട് നീ ജിഹാദ് ചെയ്യണം. വിത്ത് ദ സ്വോർഡ്, വാള് കൊണ്ടായിരിക്കണം നീ ജിഹാദ് ചെയ്യേണ്ടത്, അല്ലാതെ ഉമ്മ കൊടുത്തുകൊണ്ടും സഹായം ചെയ്തുകൊണ്ടുമല്ല. വെട്ടിക്കൊല്ലുന്ന വാള് കൊണ്ട് നീ അവരോട് പോരാടണം. അൺടിൽ ദേ ആക്സെപ്റ്റ് ദ ഫെയ്ത്ത്, അവര് ഇസ്ലാം മതം സ്വീകരിക്കുന്നവര്. മതം മാറ്റത്തിന് വേണ്ടി സായുധ പോരാട്ടം നടത്തണമെന്ന് പറഞ്ഞതാണോ ശ്രീമാൻ വി ഡി സതീശ താങ്കൾ പറഞ്ഞ ബഹുസ്വര ഭരണഘടന? അപ്പൊ താങ്കൾ ഈ ഫാസിസത്തെ എന്താ പറയുന്നത്? താങ്കൾ ഇക്കണക്കിന് ഫാസിസമാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്നെങ്കിലും പറഞ്ഞു കളയുമല്ലോ. ഇതാണ് താങ്കളുടെ ബഹുസ്വര ഭരണഘടനയെങ്കിൽ. ഇനി ഇതൊരു ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. ഇമാം അൽ സുയൂത്തിയുടെ തഫ്സീർ അൽ ജലാലയന് അകത്ത് ഇതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം താങ്കൾ ശ്രദ്ധിച്ചു നോക്കിയുള്ളൂ. ഓ പ്രൊഫറ്റ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഡിസ്ബിലീവേഴ്സ്, അല്ലയോ പ്രവാചകരെ കാഫിറുകളോട് നീ ജിഹാദ് ചെയ്യണം. വിത്ത് ദ സ്വോർഡ്, വാള് കൊണ്ട് നീ ജിഹാദ് ചെയ്യണം. കാഫിറുകളോട് സായുധ പോരാട്ടം നടത്തി അവരെ മതം മാറ്റണം എന്ന് നമ്മുടെ കഴുത്തിൽ വാൾ വെച്ചിട്ട് വി ഡി സതീശ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതം മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ അത് ഫാസിസമാണെങ്കിൽ ആ ഫാസിസമായിരുന്നു ശ്രീമാൻ മുഹമ്മദ് നടപ്പിലാക്കിയ, ഇസ്ലാമിക രാജ്യം നടപ്പിലാക്കിയ ഭരണഘടന എന്ന് ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്നു. അതിന് ഇസ്ലാമിക വ്യാഖ്യാതാക്കള് ഞാൻ പറഞ്ഞ അതേ അർത്ഥം തന്നെ കൊടുത്തുമിരിക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ഭീകരന്മാരുടെ ഫണ്ടിങ്ങിലാണ് കേരളത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റംസ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ മനസ്സിലായോ? മലദ്വാർ ഗോൾഡും കരിപ്പൂരിൽ നിന്നൊക്കെ കോടാനോ കോടിയുടെ സ്വർണം പിടിക്കുമ്പോൾ ഈ സ്വർണം കടത്തിക്കൊണ്ടിരുന്ന കാശൊക്കെ എങ്ങോട്ട് പോണെന്ന് മനസ്സിലായോ? കേരളത്തിലെ പൊളിറ്റിക്കൽ, സിനിമ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖന്മാരെ വിലക്കെടുക്കാനും ഇസ്ലാമിന് ഓശാന പാടിക്കാനും വേണ്ടി ഇവരെല്ലാം വ്യക്തിപരമായിട്ട് വാങ്ങിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനകത്തെല്ലാം ഈ ഈന്തപ്പഴത്തിന്റെ ശക്തി നമുക്ക് കാണാൻ സാധിക്കും. ഈന്തപ്പഴത്തിനകത്തുള്ള സ്വർണത്തിന്റെ ശക്തിയും നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അല്ലെങ്കിൽ തലക്ക് വെളിവുള്ള ആരെങ്കിലും ഇമ്മാതിരെ ഡയലോഗ് അടിച്ചിട്ടുള്ള, ഇതൊക്കെ നിയമമാക്കിയിട്ടുള്ള ഒരു നിയമമാണ്, അത് ബഹുസ്വര ഭരണഘടനയാണെന്ന് തലക്ക് വെളിവുള്ള ആരെങ്കിലും പറയുമോ? ശ്രീമാൻ വി ഡി സതീശിന് തലക്ക് വെളിവുണ്ടല്ലോ, എന്നിട്ടും ഇത് പറയണമെങ്കിൽ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ഫണ്ടിങ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് ശ്രീമാൻ വി ഡി സതീശൻ ഇത്തരത്തിലുള്ള ഭീകര ഫാസിസത്തെ ബഹുസ്വര ഭരണഘടന എന്ന് വിശേഷിപ്പിച്ചു എന്ന് വ്യക്തമാക്കേണ്ട ചുമതല ശ്രീമാൻ വി ഡി സതീശനാണ് ഉള്ളത്. ഇനി മുഹമ്മദിന്റെ ബഹുസ്വര ഭരണഘടനയുടെ അടുത്ത ആർട്ടിക്കിൾ നമുക്ക് കാണാം. ഖുറാനിലെ 48ാമത്തെ സൂറയായ സൂറ ഫതഹിലെ 29ാമത്തെ ആയത്തിൽ ഖുറാനിലെ മുഹമ്മദ് നടപ്പിലാക്കിയ ഭരണഘടനയുടെ അടുത്ത ഒരു ആർട്ടിക്കിൾ പറയുന്നു, എല്ലാവരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജാതി, വർണ്ണ, മത, വർഗ ഭേദമില്ലാതെ ഒരുമിച്ച് പോകണമെന്ന ബഹുസ്വര സന്ദേശമാണോ അവിടെ കാണുന്നത്? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ വായിക്കാം നിങ്ങൾക്ക് വേണ്ടി. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാകുന്നു, അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളുടെ നേരെ കർക്കശമായി വർത്തിക്കുന്നവരാകുന്നു.
മുഹമ്മദിനോടൊപ്പമുള്ളവർ കാഫിറുകൾക്കെതിരെ ക്രൂരമായി കരുണയുടെ കണികയില്ലാതെ കർക്കശമായി വർത്തിക്കുന്നവരും അവർ അന്യോന്യം ദയാലുക്കളുമാകുന്നു. മുസ്ലിങ്ങൾ പരസ്പരം ദയ കാണിക്കണം, അമുസ്ലിങ്ങളോട് ക്രൂരമായി പ്രവർത്തിക്കണം. ഇതാണോ ബഹുസ്വര ഭരണഘടന പറയുന്നത്? ഇന്ത്യയിൽ അംബേദ്കർ ഉണ്ടാക്കിയപ്പോൾ ഭൂരിപക്ഷ മതമായ ഹിന്ദുക്കളോട് പറയുകയാണ്, നിങ്ങൾ ഹിന്ദുക്കളല്ലാത്തവരോട് അഹിന്ദുക്കളോട് ക്രൂരമായി പെരുമാറണം, ഹിന്ദുക്കൾ മാത്രം പരസ്പരം സ്നേഹത്തോടെ പെരുമാറണം, അഹിന്ദുക്കളോട് ഹിന്ദുക്കൾ ക്രൂരമായി പെരുമാറണം എന്നാണോ ശ്രീമാൻ ദാദാ സാഹിബ് അല്ലെങ്കിൽ നമ്മുടെ അംബേദ്കർ താങ്കളെ പഠിപ്പിച്ചത്? ഇതാണോ കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായ ശ്രീമാൻ മഹാത്മാ ഗാന്ധിജി താങ്കളെ പഠിപ്പിച്ചത്? ഇതാണോ താങ്കളെ ശ്രീ രാഹുൽ ഗാന്ധി പഠിപ്പിച്ചത്? ഇതാണോ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കെ കരുണാകരൻ താങ്കളെ പഠിപ്പിച്ച് താങ്കളെയൊക്കെ കൈപിടിച്ചുകൊണ്ടുവന്ന AK ആന്റണിയും കരുണാകരനും ഉമ്മൻചാണ്ടിയുമല്ല താങ്കളെ ഈ പഠിപ്പിച്ചത് ഇമ്മാതിരെ ഭീകര പ്രവർത്തനത്തിന് കുടപിടിക്കാനാണോ? അല്ലല്ലോ. ആണെങ്കിൽ താങ്കൾ തുറന്നു പറയുക, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ളവർ, അതായത് മുസ്ലിങ്ങൾ സത്യനിഷേധികളുടെ നേരെ, കാഫിറുകളുടെ നേരെ ക്രൂരമായി പ്രവർത്തിക്കുന്നവരും പരസ്പരം ദയ കാണിക്കുന്നവരുമായിരിക്കണം. ഒരു മതസമൂഹത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് ആ മതക്കാർ മാത്രം സ്നേഹിക്കുക, മറ്റു മതക്കാരെ എല്ലാം ക്രൂരമായിട്ട് അവരോട് ഇടപെടുക, ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന, ഈ മതമാണ് നമ്മുടെ രാജ്യത്തിന്റെ മതം എന്ന് പറഞ്ഞുകൊണ്ട് മതരാഷ്ട്രം സ്ഥാപിച്ചിട്ട് മതഭരണഘടന ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഫാസിസം അതിനെ തടിച്ചേൽപ്പിച്ചിട്ട് അതിനെ പ്രകീർത്തിക്കാൻ വേണ്ടി എവിടെ നിന്നൊക്കെയോ ഫണ്ടോ മറ്റോ പലതും സ്വീകരിച്ച് ഡയലോഗ് അടിക്കാൻ എന്റെ പൊന്നു VD സതീശൻ സാറേ എന്തിനാണ് താങ്കൾ നാളെ വോട്ട് തേണ്ടി വരേണ്ടത്? ഈ ക്രൂരമായി പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ട മുഹമ്മദ് ഏത് ജനതയോടാണോ ക്രൂരമായി പ്രവർത്തിക്കാൻ പറഞ്ഞത് അത്തരം കാഫിറുകളുടെ അടുക്കലാണ് താങ്കൾ വോട്ട് തേണ്ടി വരുന്നത്. താങ്കളടക്കം രഹസ്യമായി മതം മാറിയിട്ടില്ലെങ്കിൽ താങ്കളും ഒരു കാഫിറാണ്. താങ്കളെപ്പോൾ ഒരു കാഫിറിനോട് ക്രൂരമായി ഇടപെടണമെന്ന് പഠിപ്പിച്ച ആ മുഹമ്മദ് ഉണ്ടാക്കിയ ഭരണഘടന ഇന്ന് ഈ പറയുന്ന വേദിയിലെ മുസ്ലിങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ താങ്കൾ ആ വേദിയിൽ സമ്മാനം കൊടുക്കാൻ പോകുമായിരുന്നു. കാര്യം മുഹമ്മദിനോടൊപ്പമുള്ളവർ കാഫിറുകളോട് കർക്കശമായി പ്രവർത്തിക്കുകയും പരസ്പരം ദയാലുക്കളായിരിക്കുകയും വേണം. താങ്കൾ മതം മാറാതെ, ഇസ്ലാമായി മതം മാറാതെ ആ വേദിയിൽ ചെന്നാൽ താങ്കളോട് ക്രൂരമായി ഇടപെടാനേ മുഹമ്മദിന്റെ ഫാസിസ്റ്റ് ഭരണഘടന അനുവദിക്കുന്നുള്ളൂ. മുസ്ലിങ്ങൾ അത് അംഗീകരിച്ചിരുന്നെങ്കിൽ, ഇന്നത്തെ മുസ്ലിങ്ങൾ ആ ഫാസിസ്റ്റ് ഭരണഘടന അനുസരിച്ചാണ് താങ്കളോട് പ്രവർത്തിച്ചതെങ്കിൽ താങ്കൾ കഴുത്തിന് മുകളിൽ തലയുമായിട്ട് ആ വേദിയിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു. മുസ്ലിങ്ങൾ പോലും കാലിന് കീഴെ ചവിട്ടി ഇറക്കുന്ന ഇത്തരം ഫാസിസ്റ്റ് ഭരണഘടനയെ ഏറ്റവും വലിയ ബഹുസ്വര ഭരണഘടനയായിട്ട് താങ്കൾ വാഴ്ത്തിപ്പാടുമ്പോൾ എത്ര വൈജാത്യമാണ്, എത്ര പരസ്പര വിരുദ്ധതയാണ് താങ്കളുടെ നിലപാട് അവിടെ വ്യക്തമാക്കുന്നതെന്ന് താങ്കൾ ഒന്ന് പരിശോധിച്ചു നോക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടും.